എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ റോക്സ് ഡി സെബക്കും നമ്മുടെ ഇമൂസാമയും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ നമ്മുടെ റോക്സിനൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. റോക്സിന് ഒരു ചാൻസും നമ്മുടെ ഇമൂസാമേൻ്റെ ഇല്ല എന്ന്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് ഓവർകം ചെയ്യാൻ നമ്മളെ സെബക്ക് എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ അനുഭവിച്ചത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്തും വെക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ നമ്മൾ ആനിമേ, അതുപോലെ തന്നെ ആനിമേ ടെലിഗ്രാം ചാനൽസിൻ്റെ ലിങ്ക്, ഇതൊക്കെ ഞാൻ അതിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അതിൽ ഒന്നും ഇട്ടിട്ടില്ല. അതിന് കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ട ഏത് ആനിമേയാലും അതിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡല്ല, അതിൻ്റെ ലിങ്ക് ഞാൻ അതിലേക്ക് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് കയറി ഏത് ആനിമേയാണെന്ന് ഫ്രീ ആയിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആനിമേ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇതൊക്കെ അതിൽ അവൈലബിൾ ആയിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടാവും. എന്നാലും ഞാൻ അധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മുടെ റോക്സും ഇമൂസാമയും തമ്മിൽ കണ്ടുമുട്ടിയ സീൻ. ആ കണ്ടുമുട്ടിയ സീനിൽ നമ്മുടെ റോക്സിൻ്റെ ഒരു കാര്യം മനസ്സിലായിരുന്നു. നമ്മുടെ ഇമൂസാമയായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ റോക്സിന് ഒരു ചാൻസും വിജയിക്കുന്നതിൽ ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിനുള്ള കാരണം എന്താണ്, നമ്മൾ ഫൈറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അതിനുള്ള ഒരേ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. നമ്മുടെ സെബക്ക് മെറീഷോയിൽ പോയിട്ട് നമ്മുടെ ഇമൂനെ കണ്ടതിന് ശേഷമാണ് തൻ്റെ ക്രൂ റിക്രൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമൂസാമയായിട്ടുള്ള ഫൈറ്റിൽ നമ്മുടെ എൽബാഫിൻ്റെ ബിഗ് റോള്, അതുപോലെ 2 ലെജൻഡറി ഡെവിൾ ഫ്രൂട്ട്സ്, പിന്നെ ഗലീല ഷിപ്രൈറ്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ റോക്സ് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ റോക്സിന് മനസ്സിലായിരുന്നു, താനിപ്പോൾ ഒറ്റക്ക് ഇമുവായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ തനിക്ക് ഒരിക്കലും തന്നെ നമ്മുടെ ഇമൂസാമനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇമൂസാമ 800 വർഷങ്ങളായി ജീവിച്ചു വരുന്നൊരു ക്രീച്ചറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമൂസാമക്കുള്ള എക്സ്പീരിയൻസിൻ്റെ പകുതി പോലും നമ്മുടെ റോക്സിന് ഉണ്ടാവില്ല. ഇമൂസാമ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പോലും നമ്മുടെ റോക്സ് ചെയ്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഇമുവും റോക്സും തമ്മിലുള്ള പവർ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ വലിയ ഒന്നാണ്. അത് റോക്സിന് ഈ ഒറ്റ കണ്ടുമുട്ടലിൽ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ റോക്സ് മെറീഷോയിൽ നിന്ന് പോകുന്നതിന് ശേഷം വളരെ പവർഫുൾ ആയിട്ടുള്ള ക്രൂമേറ്റ്സിനെ റിക്രൂട്ട് ചെയ്തത്. വൈറ്റ് ബീഡ്, ഷിക്കി, കായിഡോ, ബിഗ് മാമി, ഇതുപോലെ പവർഫുൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ തൻ്റെ ക്രൂവിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. കാരണം ഇത്രയും പേരുണ്ടെങ്കിൽ മാത്രമേ ഒരുപക്ഷെ നമ്മുടെ റോക്സിന് തോന്നിയിട്ടുണ്ടാകും നമ്മുടെ ഇമൂസാമനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറയുന്നത് ഇത്രയും പേർ ഒരുമിച്ച് നമ്മുടെ ഇമൂവിനോട് ഫൈറ്റ് ചെയ്യണമെന്നല്ല. കാരണം ഇമൂവിൻ്റെ സൈഡിലും കുറേ പേരുണ്ട്, അവരുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യാനും ആൾക്കാർ വേണം. അതുകൊണ്ട് തന്നെ നമ്മുടെ റോക്സിന് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്രൂ വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള മെമ്പേഴ്സിനെ നമ്മുടെ റോക്സ് റിക്രൂട്ട് ചെയ്തത്. അല്ലാതെ ഒറ്റയ്ക്ക് പോയിട്ട് നമ്മുടെ ഇമൂവിനെ കൊല്ലാനുള്ള പവറൊന്നും നമ്മുടെ റോക്സിന് ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ റോക്സിന് വേൾഡ് സെഞ്ചുറിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും നമ്മുടെ ഈ 2 ലെജൻഡറി ഡെവിൾ ഫ്രൂട്ടിനെ കുറിച്ച് നമ്മുടെ റോക്സ് ഇവിടെ മെൻഷൻ ചെയ്തത്. പക്ഷേങ്കിൽ റോക്സ് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേങ്കിൽ നമ്മുടെ ഗോഡ് വാലിയിൽ വെച്ച് നമ്മുടെ റോക്സ് ഡിഫീറ്റ് ചെയ്യപ്പെട്ടു. അന്ന് നമ്മുടെ റോക്സ് ഡിഫീറ്റ് ചെയ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ സ്ഥാനത്ത് ഇപ്പം നമ്മുടെ റോക്സ് ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ നടക്കാൻ ചാൻസുള്ള വേറൊരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ നമ്മുടെ റോക്സ് ആയിരിക്കും നമ്മുടെ റോജറിനോട് നമ്മുടെ ഈ വേൾഡ് സെഞ്ചുറിനെ കുറിച്ചോ, അതുപോലെ തന്നെ വൺ പീസ് എന്ന് പറയുന്ന ട്രഷറിനെ കുറിച്ചോ, ഇതൊക്കെ നമ്മുടെ റോക്സ് ആയിരിക്കും നമ്മുടെ റോജറിനോട് പറഞ്ഞിട്ടുണ്ടാകും. ഗോഡ് വാലിയിൽ വെച്ച് നമ്മുടെ റോക്സിനെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ അതുവരെ നമ്മുടെ റോജർ ഇതിനെപ്പറ്റി നമ്മുടെ ഈ വൺ പീസിനെ കുറിച്ചോ അല്ലെങ്കിൽ വേൾഡ് സെഞ്ചുറിനെ കുറിച്ചോ ഒന്നും തന്നെ നമ്മുടെ റോജറിന് അറിയില്ലായിരുന്നു. ഗോഡ് വാലിക്ക് ശേഷമാണ് നമ്മുടെ റോജർ നമ്മുടെ പൈററ്റ് കിങ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ട്രഷറിന് തേടി പോകുന്നത്. ഒരു പക്ഷേ ഈ ഇൻഫർമേഷൻ നമ്മുടെ റോക്സ് ആയിരിക്കും നമ്മുടെ റോജറിന് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിലും ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ വിളിച്ചത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.